തുടക്കത്തിലത്തെ നല്ലവണ്ണം അവളുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത നമ്മുടെ കുക്കിയെ ഉന്താൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം നല്ല സ്ട്രോങ് ആയിരുന്നു കുക്കി. പക്ഷേ പിന്നീട് ആ കിസ്മസിൽ അങ്ങ് നമ്മുടെ തേങ്ങ് അലിഞ്ഞു പോയി. അങ്ങനെ കുറച്ച് നേരം അതങ്ങ് നീണ്ടുപോയി. പെട്ടെന്നാണ് നമ്മുടെ തേയ സെൻസിലേക്ക് വന്നത്. അതിൽ ഉള്ള ഫുൾ സ്ട്രെങ്ത് കൊടുത്ത് കുക്കിയെ ഒന്ന് ഒറ്റ തള്ളി. ചേട്ടാ മോയിലും പല്ലി, എന്തിനാണ് നീ എന്നെ കിസ് ചെയ്തേ? എൻ്റെ ഫസ്റ്റ് കിസ്സോ നീ മോഷ്ടിച്ചു, എൻ്റെ രണ്ടാമത്തെ കിസ്സോ നീ മോഷ്ടിച്ചോടാ തെണ്ടി. അയ്യോ, അപ്പം അന്നത് നിൻ്റെ ഫസ്റ്റ് കിസ്സായിരുന്നു. അപ്പം ഇത് രണ്ടാമത്തെ കിസ്സാണോ? അയ്യവാ, എന്തായാലും ഇനി ഒന്നാമത്തതാണെങ്കിലും രണ്ടാമത്തതാണെങ്കിലും എനിക്കുള്ളത് തന്നെയാണ്. അത് നീ എപ്പോഴും ആലോചിച്ചോ. മറ്റൊരാൾക്ക് കൊടുക്കുന്ന നീ ഒരിക്കലും കരുതണ്ട. നിൻ്റെ ജീവിതകാലത്ത് മുഴുവൻ നിനക്ക് കൊടുക്കാനുള്ളതെല്ലാം എനിക്കുള്ളത് മാത്രമായിരിക്കും. മനസ്സിലായോടി? കുക്കി എന്താ ഇങ്ങനെ നോക്കുന്നു? ഇവിടുന്ന് വെള്ളം എസ്കേപ്പ് ആവുന്നതാ ബുദ്ധി. എന്തൊക്കെ പറഞ്ഞാലും നീ ഭയങ്കര ടേസ്റ്റി ആട്ടോ തേയ. എനിക്കൊന്നുകൂടെ തരുമോ? എന്താ ദൈവമേ, ഈ കുക്കിക്ക് ഇത് എന്താ പറ്റി? ഇങ്ങനെ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു. എന്നെ ചിമ്മി വിളിക്കുന്നുണ്ട്, ഞാൻ പോവാം. അതും പറഞ്ഞ് തേയ അവിടുന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഇതേ സമയം യൂമി, ചിമ്മി താനെന്തിനെ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? അതെ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കുറേ മാസങ്ങളായി ഞാൻ തന്നോട് പറയണമെന്ന് കരുതുന്നു. പിന്നെ ഈ തേടിയും കുക്കിയുടെയും കാര്യം ഒറ്റ കാരണത്താലാണ് ഇതിങ്ങനെ വൈകിപ്പോയി. പിന്നെ എനിക്കിങ്ങനെ വട്ടം ചുറ്റി ഈ തേടിയും കുക്കിയുടെ പോലെ ഇങ്ങനെ നടക്കാനോ അതിൻ്റെ പിന്നിൽ പിന്നെ ഒന്ന് നഷ്ടപ്പെട്ടിട്ട് അതിൽ കയറിക്കാനോ എന്നെ കൊണ്ട് വയ്ക്കും. ഞാൻ അതുകൊണ്ടുള്ള കാര്യം പറയാമല്ലോ. എനിക്ക് തന്നെ ഇഷ്ടം. തന്നെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആ ടൈമിന് എനിക്ക് തന്നെ ഇഷ്ടമായതാണ്. അന്നേ തന്നോട് പറയാമെന്ന് കരുതിയതാ. പിന്നെ എനിക്ക് തോന്നി ഇറ്റങ്ങളതൊന്ന് ആദ്യം സോൾവ് ആക്കട്ടെ, എന്നിട്ടാകാം നമ്മൾ തന്നെ. അതിനിടയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അത് ഇവർ ഇടങ്ങാറാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനി എനിക്ക് പറയാൻ മതി. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള കാര്യം പറയാലോ. ഐ ലവ് യു മോർ ദാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ. തനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ പറ്റുമോ? ഐ മീൻ എൻ്റെ ഗേൾ ഫ്രണ്ടായി, എൻ്റെ വൈഫായി, പിന്നെ എൻ്റെ കുട്ടികളുടെ അമ്മയായി, എന്നെ സ്നേഹിച്ചും എൻ്റെ കുട്ടികളെ സ്നേഹിച്ചും എൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ നിനക്ക് സമ്മതമാണോ? അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു. എന്താ ചിമ്മി എന്താ പറഞ്ഞേ? അല്ല, എന്നെ പ്രാങ്ക് ചെയ്യാണോ? ഞാൻ ഇത്രയും സീരിയസ് ആയി പറഞ്ഞിട്ട് നിനക്കിത് പ്രാങ്ക് ആയിട്ടാണ് തോന്നുന്നത്. ഐ നോട്ട് പ്രാങ്ക് യു. ഐ റിയലി ലവ് യു. പ്ലീസ് വിൽ ബി മൈ ഗേൾ ഫ്രണ്ട് പ്ലീസ്. അത് ഞാൻ പിന്നെ ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാ? ഞാൻ അത് ഐ എം സോറി കിറ്റി. എനിക്കറിയാം നീ ശരിക്കും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. താൻ സമയം എടുത്തുക്കോ. ഐ മീൻ ഞാൻ ഇങ്ങനെ 1-2 മാസം വർഷം തരില്ല. ഞാൻ ഒരു ദിവസമേ തരുള്ളൂ. ഇന്ന് ഈ രാത്രി നീ നിനക്ക് എത്ര വേണമെങ്കിലും ആലോചിച്ചോ. ബട്ട് എനിക്ക് രാവിലെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ എനിക്കതൊരു ആൻസർ വേണം. ഓക്കെ? ഓക്കെ, അപ്പോൾ എന്നാ ഓക്കെ കിറ്റി. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ? നീ പോയിരുന്നുണ്ട് എൻ്റെ കൂടെ? ഓക്കെ. ഞാനൊന്നുമില്ല, ഞാൻ പോവാം. നമ്മളാള് ബ്ലഷ് അടിച്ച് അവിടെ നിന്ന് ഒറ്റ ഓട്ടം. ക്യൂട്ട്. എനിക്കറിയാൻ കിട്ടി നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എന്തൊക്കെയായാലും നിൻ്റെ ആൻസറിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഐ വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. അതും പറഞ്ഞ് ചിമ്മി ഫ്രഷ് ആകാൻ പോയി. ഏട്ടനൊന്ന് വിളിച്ചു നോക്കിയാലോ. ഏട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുക്കി ജിന്നേട്ടനെ കോൾ ചെയ്തു. ഹലോ ജിന്നേട്ടാ, എന്താ ചെയ്യുന്നേ? ബിസിയാണോ? എടാ മുയലെ, നീ എവിടെടാ? ഞാൻ എന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ലടാ. നീ എന്നോട് ചീത്ത പറയാതൊരു ദിവസം പോലും എനിക്ക് മുമ്പോട്ട് പോവില്ല, നിനക്ക് അറിയില്ലേ അല്ലേ? ഐ മിസ് യു ഏട്ടാ. ഞാനും ഏട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്.
ഇനിയിപ്പോൾ അടുത്തെങ്ങാനൊന്നും നീ ഇവിടേക്ക് തിരിച്ചു വരില്ലല്ലോ. ഇനിയിപ്പോൾ എന്നാണ് നമ്മൾ കാണുക? ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്യോ? പ്ലീസ്, ഇല്ലെന്ന് മാത്രം പറയല്ലേ. എന്നതാടാ? എന്നതാ കാര്യം? നീ ആദ്യം അത് പറ, എന്നാലല്ലേ ചെയ്യാൻ പറ്റൂ. ഏട്ടൻ പറഞ്ഞ പോലെ എനിക്കും മേഡനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏട്ടൻ ഇങ്ങോട്ട് വന്നൂടെ ഇവിടേക്ക്? അത് വേണോടാ. എനിയിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റുമോ, കഴിയോ? അതുപോലെ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നാൽ തന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂടാ. അത് വേണ്ട, അതാ നല്ലത്. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനെല്ലാം ശരിയാക്കിക്കോളാം. ഞാൻ ചിമ്മിയോട് ചോദിച്ചു നോക്കട്ടെ. വേണ്ടടാ, ചിമ്മിയോട് ചോദിക്കൊന്നും വേണ്ട. എനിക്ക് തന്നെ പറ്റുമോ ഇടയ്ക്ക് വരാൻ? അവനോട് ചോദിക്കൊന്നും വേണ്ട. എനിക്കിവിടെ താമസിക്കാൻ കഴിയുമോ? അതെനിക്കറിയാം, ചിമ്മിച്ചതിന് സഹായമില്ലാതെ തന്നെ ഇങ്ങോട്ട് എത്താൻ സാധിക്കുന്നൊക്കെ. ബട്ട് ഞാനതുകൊണ്ടല്ല, പിന്നെ കുറച്ചുകൂടി സുഖമാവട്ടെ എന്ന് കരുതി പറഞ്ഞതന്നേ ഉള്ളൂ. എന്നാൽ ശരി, ഏട്ടൻ ഒറ്റയ്ക്ക് വന്നോക്കോ. ഇവിടെ നിൽക്കാൻ ഒരു കുഴപ്പമില്ല, ഞാൻ ചിമ്മിനോട് പറഞ്ഞോളാം. എന്നാൽ ഓക്കെ, എന്നാൽ ഞാൻ വരാം. ഞാൻ വരാം. എന്നാൽ എപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പെട്ടെന്ന് എത്താം. ഓക്കെ ജിനേട്ടാ, എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നാൽ ശരി, ഞാൻ വിളിക്കാം. ബൈ. ആടാ, ഓക്കെ, ബൈ. അങ്ങനെ കുക്കി ഫോണെല്ലാം കട്ട് ചെയ്ത് ചിമ്മിയുടെ റൂമിലേക്ക് പോയി. എന്നാൽ ഈ കുക്കി എന്താ ചെയ്തേ? എന്നോട് അക്ഷരം പോലും ചോദിക്കാതെ. ഇങ്ങനെ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു? ഇങ്ങനെ തന്നെയായിരുന്നു എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തിരുന്നത്? അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എന്തൊക്കെയാലും ഐ ലവ് യു കുക്കി. ഞാനിത് ഒട്ടും പ്രതീക്ഷയില്ല എനിക്ക് നിന്നെ കിട്ടുമെന്ന്. ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ് കുക്കി. ഇങ്ങനൊരു കുക്കിയെ ഞാൻ നിന്നെ കണ്ട അന്നേ ആഗ്രഹിച്ചതാണ്. കുറച്ച് വൈകിയാണെങ്കിലും എനിക്ക് നിന്നെ കിട്ടിയല്ലോ. ഐ റിയലി ഹാപ്പി ഫോർ യു. ഐ ലവ് യു സോ മച്ച്. ചിമ്മി, എനിക്കങ്ങ് വരാമോ? നീ അവിടെ ഉണ്ടോ? റൂമിലുണ്ടോ? ഹേയ് കുക്കി, താൻ ഇതിനോട് അനുവാദം ചോദിക്കാൻ നിൽക്കുന്നേ? നീ അങ്ങ് കയറി പോരെ, ഞാനിവിടെ തന്നെ ഉണ്ട്. താൻ വാ. എന്താടാ? എനിക്കൊരു കാര്യം ചോദിക്കേണ്ടായിരുന്നു. ഞാൻ നിന്നോട് ചോദിക്കാതെ ശരിയാവില്ലെന്ന് തോന്നി, അതാ ഞാൻ വന്നത്. എന്തൊക്കെയാടാ നീ പറയുന്നേ? നീ കാര്യം പറ. എന്താ കാര്യം? ഏട്ടൻ നാട്ടിൽ ഒറ്റക്കാടാ. ഞാൻ ഏട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റുമോ ചോദിക്കാനാണ് ഞാൻ. പിന്നെ കഴിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. നീ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്കിക്കോളാം. തണ്ടി നിനക്കൊരൊറ്റ പീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എന്ത് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്? അതൊക്കെ ചോദിക്കാനുണ്ടോ? നീ ഇങ്ങ് വരാൻ പറ ഏട്ടനോട്. ഇവിടെ എത്ര റൂമുണ്ട്? നീയൊക്കെ ചോദിക്കാൻ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇങ്ങ് വരാൻ പറ. ഏതായാലും വേറെ ആളുകൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ പൊളിക്കാം. താങ്ക് യുടാ, സോറി. അല്ല, ആരുടെ വരുന്നേ? അത് എൻ്റെ അല്ലെങ്കിൽ വേണ്ട, അത് വരുമ്പോൾ കാണാം, അതായിരിക്കും നല്ലേ. ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ. ഓ ആയിക്കോട്ടെ സാറേ. എന്നിട്ട് കക്ഷി എപ്പോഴാണ് വരിക? കക്ഷി കുറച്ച് കഴിഞ്ഞാൽ വരും. ആളിപ്പോൾ എത്താനായിട്ടുണ്ടെന്നുള്ള മെസ്സേജിൻ്റെ ഒക്കെ എത്തിയിട്ടുണ്ട്. അല്ല, നിൻ്റെ ചിന്നേട്ടൻ എന്നാ വരിക? അങ്ങേരെ ഇതുവരെ ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. എപ്പോഴാണ് വരിക? ഏട്ടൻ എന്നാന്ന് പറഞ്ഞില്ല, എത്രയും ഇവിടെ ഇവിടെ എത്താൻ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങേരെ കാണാൻ ഒരു വേൾഡ് വൈഡ് ഹാൻസം ഒരു മാൻ്റെ ലുക്കാണ്. ആൾ പൊളിയാണ് ഉള്ളത് പറയാലോ. എൻ്റെ ഏട്ടനായോണ്ട് പറയല്ല, ആള് പൊളിയാ, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതെന്തായാലും ഞാൻ ഊഹിച്ചു, കാരണം നീയും അത്രക്ക് മോശമൊന്നുമല്ലല്ലോ. അപ്പം എൻ്റെ ഏട്ടൻ എന്തായാലും ഉണ്ടാവും. ഓ ഒന്ന് പോടാ, അത്രക്കൊന്നുമില്ല. നീ അങ്ങനെ പൊന്നിച്ചെടു കൊണ്ടുപോകണ്ട. പെട്ടെന്നാണ് നമ്മുടെ വീടിൻ്റെ ഡോർ ബെല്ലടിക്കുന്ന സൗണ്ട് അവർ കേട്ടത്. അങ്ങനെ അവർ സിറ്റൗട്ടിലേക്ക് പോയി ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. നീ ആയിരുന്നോ? എത്താനായെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് എത്തും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അതേലോ, ഞാൻ തന്നെ. ചിമ്മി, ഇതാരാ ചിമ്മി?
ഹേയ്, ആ, ഞാൻ ചിന്തിക്കുന്നത് താനാണോ കുക്കി? ആ, അതെ, ഞാനാണ്. ഹേയ് ഡീ, അവൾക്കെതിനെ നീ എന്തീ പറയുന്നേ? അവനെങ്ങനെ നിന്നെ അറിയും? അവൻ നിന്നെ കണ്ടില്ലല്ലോ. ആ, അത് ശരിയാണല്ലോ. എന്നാ ഇങ്ങനെ പറഞ്ഞു നിൽക്കാതെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണോ എന്നെ? ഓ സോറി ഡേ കുക്കി, ഇതാണ് ജൂണി. ഇപ്പം മനസ്സിലായോ? ഓ മൈ ഗോഡ്, താനാണ് ജൂണി. ഓ മൈ ഗോഡ്, താങ്ക് യു. അതും പറഞ്ഞ് കുക്കി സന്തോഷം കൊണ്ട് ജൂണിയെ പോയി ഒന്ന് വെല്ലെ ഹഗ് ചെയ്തു. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ തേടയും യൂഞ്ചിൻ്റെയും ഹോബിയുടെയും വരവ്. ഈ ഹഗ്ഗിങ് കണ്ടോണ്ട് വരുന്ന നമ്മുടെ തേട അവസ്ഥ. ഓ ഇവൾ ഇതേത് പുതിയതൊന്ന്. ഈ കുക്കി എന്തിനാ അവിടെ പോയി ഹഗ് ചെയ്തേ? ആ തേയ, താൻ വന്നോ? ഇതേ ജൂണി, ഇതാരാ നോക്കിയേ? ഹേയ് തേയ, താനല്ലേ തേയ? ഡീ പോത്തേ, നീയായിരുന്നോ? ഞാൻ കരുതി തേതാ മാരക എന്ന്. അതും പറഞ്ഞ് തേയ പോയ ജൂണിയെ കെട്ടിപ്പിടിച്ചു. തേയ, നീയല്ലേ തേയ? നിന്റെ ചോദ്യം കേട്ടാ നീ ഇതുവരെ എന്നെ കാണാത്ത പോലെ ഉണ്ട്. എന്താ നിന്റെ ആക്ടിങ് അറിയോ? ഒന്ന് പൊടി തേയ, എത്ര കാലമായി നമ്മൾ കണ്ടിട്ട്. നീ അങ്ങ്, എൻ്റെ ദൈവമേ, ഇതെൻ്റെ പണ്ടത്തെ തേയാണോ? കണ്ടാ പറയില്ലട്ടോ, ഈ പൊതി പ്രിൻസസിനെ പോലെ ഉണ്ടല്ലോ മോളെ നീ. ഓ, ഇത് നീ പണ്ടേ പറയാനുള്ളതല്ലേ. ഞാൻ എന്തായാലും പരിഗണിച്ചിരിക്കുന്നു. മോളിപ്പോൾ വന്ന കാലം ഇവിടെ നിൽക്കാതെ ഉള്ളിലേക്ക് കയറി വന്നേ, വേഗം വാ. അങ്ങനെ എല്ലാവരെയും കൂട്ടി അവർ ഉള്ളിലേക്ക് ഹാളിലേക്ക് പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഇവരെ പരിചയപ്പെട്ടില്ലല്ലോ. ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഇത് യൂഞ്ചി, ഇത് ഹോബി. ഹായ് ചേച്ചി. ഹായ്. നീ കണ്ടുപിടിക്കു തേയാ, നീ കണ്ടത് അവരെന്നെ ചേച്ചി എന്ന് വിളിച്ച്. നീ എപ്പോഴെങ്കിലും എന്നെ ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ടോടി? ഓ, അപ്പം ഞാൻ ചേച്ചി എന്ന് വിളിക്കണോ? എന്നാൽ ശരി, ഞാൻ ഇനി ചേച്ചി എന്ന് വിളിച്ചോളാം ചേച്ചി. എന്താ ഓക്കെ അല്ലേ ചേച്ചി? അയ്യോ വേണ്ടേ, നീ എന്നെ ചേച്ചി എന്ന് വിളിക്കേണ്ട. നീ എന്ന് മാത്രമല്ല ഹോബി, യൂഞ്ചി, നിങ്ങൾ എന്നെ ചേച്ചി എന്ന് വിളിക്കേണ്ട. എന്നെ ജൂനി എന്ന് വിളിച്ചാൽ മതി. എനിക്കതാ ഇഷ്ടം. ഈ ചേച്ചി എന്ന് വിളിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. ഓ മതി മതി, എല്ലാവരും സംസാരിച്ച്. ഇനി നാളെ ആകട്ടെ. വന്ന പാടെ ഈ ക്ഷീണത്തിൽ സംസാരിക്കാതെ വേഗം പോയി കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിച്ച് കിടന്നേ. ദേ, ഞാൻ എല്ലാവരോടാ പറയുന്നത് കേട്ടോ. എല്ലാവരും പോയി കിടന്നോ, വേറെ ഒന്നും ചെയ്യണ്ട. വേഗം പോയി കിടന്ന് നോക്കിയോളൂ, ഓക്കെ? അങ്ങനെ അവരെല്ലാവരും റൂമിലേക്ക് പോയി. നമ്മുടെ ചേക്ക് എന്തോന്ന് കണ്ടു. എന്താലേ അത്? എൻ്റെ കൺട്രോ ദൈവങ്ങളെ, എനിക്കിനിത് പറ്റില്ല പിടിച്ചു വെക്കാൻ. ഐ എം സോറി, ഇനി എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കുക്കി കുക്കി, താനെന്താ പറയുന്നത്? താനെന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? കുക്കി, നോ നോ, എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാനിപ്പോൾ കാറും. കുക്കി കുക്കി, ഞാൻ നിന്നോടാ പറയുന്നത്. അവിടെ നിന്നോ, ഞാൻ പറഞ്ഞേക്ക്. കുക്കി, നീ എൻ്റെ അടുത്തേക്ക് വരരുത്. But I get tired of running. Fuck it, now I'm running with you.